മലയിടംതുരുത്ത് നിവാസികളെ കുടിയൊഴിപ്പിച്ചപ്പോൾ ഓടിയെത്തിയ ഗോവിന്ദൻ മാഷിനെയും ഇടത് നേതാക്കളെയും നമ്മൾ കണ്ടു. അന്ന് മുത്തങ്ങയുടെ മിനി പതിപ്പെന്നും കർണാടക മോഡൽ ബുൾഡോസർ എന്നും പറഞ്ഞ് ആക്ഷേപിച്ച ഗോവിന്ദൻ മാസ്റ്റർ അവിടുത്തെ ജനങ്ങളുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കണം. മുൻ MLA ആയ ശ്രീനിജൻ തങ്ങളുമായി ചർച്ച നടത്താൻ പോലും തയ്യാറായില്ല എന്നും വൺ മാൻ ഷോ ആണ് കാണിച്ചത് എന്നുമാണ് അവിടുത്തെ നിവാസികളുടെ പരാതി. CPM MLA ആയ ശ്രീനിജൻ ഉൾപ്പെടെയുള്ള അന്ന് ഭരണപക്ഷത്തിരുന്ന ആരും അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നിട്ടിപ്പോൾ പ്രതിപക്ഷമായപ്പോഴാണ് CPMന് കരുതലും സ്നേഹവും വന്നത്. ശ്രീനിജൻ സാർ നേരത്തെ വിചാരിച്ചുവെങ്കിൽ 3 വർഷം മുമ്പ് തന്നെ ഈ കേസ് പരിഹരിക്കപ്പെടുമായിരുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് 2 വശവും കേൾക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു പ്രശ്നം. അതാണ് വഷളാവാനുള്ള കാരണമെന്ന് അവർ അടിവരയിടുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശ്രീനിജൻ സാറ് ഞങ്ങളോടൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. ഒരു വൺ മാൻ ഷോ മാത്രം കാണിച്ചു. ശരിക്കും അതായത് ഞങ്ങളെ നാട്ടിലും ഉള്ള ഇതാണ്. അപ്പം അങ്ങോട്ട് വരാമല്ലോ, ഒരു വീട്ടിലേക്ക് വരാം, ഞങ്ങളുടെ വീട്ടിലേക്കും വരാം, സംസാരിക്കാം, അതെന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താണെന്ന് ചെയ്യാമല്ലോ. ഒരു ഇതിൽ അത് പുള്ളി വന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വേറൊരു തലത്തിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നമുക്ക് കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു 3-4 റൗണ്ട് നമുക്ക് ചർച്ച നടന്നു. ഏതായാലും ആ ചർച്ചകളുടെ പേരിൽ അവസാനം നമ്മൾ ഒരു എന്താ പറയുക, ആക്ച്വലി ഇപ്പോൾ എതിർഭാഗത്തിന് ഞങ്ങൾ ഒരു 23 സെന്റ് സ്ഥലം ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരു അവരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒന്നും ഒരു ചിന്തയുള്ള ആൾക്കാരല്ല ഞങ്ങൾ. അപ്പോൾ ഒരു മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഞങ്ങളായാലും ഗവൺമെന്റിന്റെ ചർച്ചയുടെ ഒടുവിൽ ഗവൺമെന്റ് പറഞ്ഞ പല കാര്യങ്ങൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ മാറിയിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒരു കോടതിയുടെ നിയമത്തിനനുസരിച്ച് ഞങ്ങൾ അവർക്ക് വസ്തു കൊടുക്കേണ്ടതില്ല. തീർച്ചയായിട്ടും അവർ കോടതി നിയമങ്ങളനുസരിച്ച് മാറേണ്ടതാണ്. എങ്കിലും ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാനുഷിക പരിഗണന എന്നുള്ളൊരു ഫാക്ടർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരും ചേർത്ത് ഒരു കൂട്ടായ ഡിസിഷൻ എടുത്തിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും മൊത്തത്തിലൊരു എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ, നമുക്കതിന് സന്തോഷമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ച് തന്നെ അവിടെ ചിന്തിച്ചത്. താങ്ക് യു. ഇതില് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ ഞങ്ങളുടെ MLA ആണ്, സജീന്ദ്ര സാറാണ്. നിത്യേന ഞങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. നമുക്ക് കൊടുക്കണം, ഒരു മാനുഷിക പരിഗണന കാണിക്കണം, നമ്മൾ നാടാണ് എന്ന് പറഞ്ഞു. അതുപോലെ റോജി സാറും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കളക്ടർ എല്ലാവരും ഒരു കുടുംബം പോലെ ഞങ്ങളോട് സഹകരിക്കുകയും എല്ലാം ചെയ്തു. ഒരിക്കലും ഇത് നേരത്തെ തീരേണ്ട കേസാണിത്. ശരിക്കും ഈ ശ്രീനിജൻ സാറൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കേസ് അത് ഉണ്ടായുള്ളൂ. പക്ഷെ പുള്ളി അത് വേറൊരു രീതിയിലേക്ക് പോയി. അത് ശരിക്കും തീരേണ്ട കേസാണ്. അത് റോയി സാറിനൊന്ന് മനസ്സിലായി, തീരും എന്ന് പുള്ളിക്ക് അത് മനസ്സിലായിരുന്നു ആയിരുന്നില്ല. പിന്നെ എല്ലാം ദൈവാധീനം കൊണ്ട് സംഭവം ഇവിടെ തീർന്നു. ഞങ്ങൾക്ക് ആരോടും ഒരു എതിർപ്പോ ഇതോ ഒന്നുമില്ല. സന്തോഷമായിട്ടാണ് അവർക്ക് കൊടുത്തതും എല്ലാം. അങ്ങനെ ശ്രീനിജൻ സാറ് ഞങ്ങളോടൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. ഒരു വൺ മാൻ ഷോ മാത്രം കാണിച്ചു. ശരിക്കും അതായത് ഞങ്ങളെ നാട്ടിലും ഉള്ള ഇതാണ്. അപ്പം അങ്ങോട്ട് വരാമല്ലോ, ഒരു വീട്ടിലേക്ക് വരാം, ഞങ്ങളുടെ വീട്ടിലേക്കും വരാം, സംസാരിക്കാം, അതെന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താണെന്ന് ചെയ്യാമല്ലോ. ഒരു ഇതിൽ അത് പുള്ളി വന്നില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മുടെ ഹൈക്കോടതിയിലൊക്കെ വിധി വന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 3 വർഷം മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവം തീർന്നേരായിരുന്നു. കാരണം അന്ന് ഈ പറയുന്ന പോലെ ഒരു സൈഡ് മാത്രം കേൾക്കുക, ഒരു സൈഡിന് കാര്യങ്ങൾക്ക് മാത്രം അവർക്ക് വേണ്ടി ഒരു ഭാഗത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ള ഒരു നിലയിൽ വന്നുകൊണ്ടാണ്. കാരണം ഞങ്ങളുടെ ഭാഗത്തുകൂടെ നിന്ന് ചിന്തിക്കുകയും ഇപ്പോഴത്തെ നിലയിലുള്ള ഗവൺമെന്റ് ചിന്തിച്ച പോലെ ഇപ്പോൾ ഒരു 2 ഭാഗത്തും ഡിസ്കസ് ചെയ്യുകയും 2 ഭാഗത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചൊരു സംസാരത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു 3 വർഷം മുമ്പ് തന്നെ ഈ പ്രശ്നം തീരുകയും ഇപ്പൊ നിലവിലുള്ള കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു മുന്നേ തന്നെ നീതി കിട്ടുകയും അവർക്ക് ഇത്രയും ഒരു മാനസിക സംഘർഷത്തിലേക്ക് അവർ പോവുകയും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ
കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോ നിലവിലുള്ള ആ കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ 3 വർഷം അവര് ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ 14 പ്രാവശ്യം എക്സിക്യൂഷന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. തീർച്ചയായിട്ടും അവരൊരു ഞങ്ങളുടെ എതിർകക്ഷിയാണെങ്കിൽ പോലും ആ ഒരു മാനുഷിക ചിന്ത ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെങ്കിലും ഓക്കെ, എന്തൊക്കെയായാലും കാര്യങ്ങൾ തീർന്നല്ലോ, നല്ലതാവട്ടെ, കുഴപ്പമില്ല. തീർന്നില്ല. നിലവിൽ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരം നേടിക്കൊടുത്തിരിക്കുകയാണ് മന്ത്രി റോജി എം ജോൺ. എറണാകുളം കളക്ടറേറ്റിൽ നടന്ന നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബന്ധപ്പെട്ട കക്ഷികൾ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. മന്ത്രി റോജി എം ജോൺ, സ്ഥലം MLA VP സജീന്ദ്രൻ, കളക്ടർ G പ്രിയങ്ക എന്നിവരുടെ നേതൃത്വത്തിൽ 5 തവണ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പതിറ്റാണ്ടുകൾ നീണ്ട ഭൂമി തർക്കത്തിന് പരിഹാരമായത്. ഇരു കൂട്ടർക്കും സ്വീകാര്യമായ കരാറാണ് ഒപ്പുവെച്ചതെന്നും 1 വർഷത്തിനകം കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പ്രതികരിച്ചു കഴിഞ്ഞു. കോടതിക്ക് പുറത്ത് പ്രശ്ന പരിഹാരത്തിന് സാധിച്ചു. ഇരു കൂട്ടർക്കും വിട്ടുവീഴ്ചകൾ ചെയ്തു. പതിറ്റാണ്ടുകളായ പ്രശ്നം 20 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ സാധിച്ചതിൽ സന്തോഷവും ആത്മവിശ്വാസവും ആശ്വാസവും ഉണ്ടെന്ന് റോജി എം ജോൺ വ്യക്തമാക്കുകയാണ്. പതിറ്റാണ്ടുകളായി CPM-നെ കൊണ്ടോ മറ്റ് മുൻ സർക്കാരുകളെ കൊണ്ടോ സാധിക്കാത്തത് സതീശൻ സർക്കാർ നേടിയെടുത്തുവെന്ന വ്യക്തമായ കാഴ്ചയാണിത്. ഈ വിഷയത്തെ രാഷ്ട്രീയ വിജയമായിട്ടോ പരാജയമായി കാണുന്നില്ല എന്നും കുറെ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും മന്ത്രി വ്യക്തമാക്കുന്ന വീഡിയോ കൂടി ചേർക്കുന്നു, കാണാം. ഇത് വിജയവും പരാജയവും ഒന്നുമില്ല. ഇത് കുറെ കുടുംബങ്ങളും കുറെ വ്യക്തികളും അവരുടെ ജീവിതങ്ങളുമാണ്. ആ ജീവിതങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഒരു ജനാധിപത്യ സർക്കാരിലുള്ളതാണ്. ആ ഉത്തരവാദിത്തമാണ് മനുഷ്യത്വത്തോടുകൂടി ഈ സർക്കാർ ചെയ്തത്. ഇതിനകത്ത് ജയവും പരാജയവും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമെന്നോ രാഷ്ട്രീയമായിട്ട് ആ നിലയിൽ ഇതിനെ കാണാനായിട്ട് ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പര്യത്തുകാവ് വിഷയത്തിൽ അന്നുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകളെല്ലാം പറഞ്ഞ് കൃത്യമായി ധാരണയായി അത് എഴുതി ഉണ്ടാക്കി ഇന്ന് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ ആ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. ഇരു കൂട്ടർക്കും സ്വീകാര്യമായ വിധത്തിൽ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു കരാറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കരാറിൽ എല്ലാവരും ഒപ്പുവെച്ചു കഴിഞ്ഞു. അത് നമ്മൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ വഴി കോടതിയിൽ സമർപ്പിച്ച് അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ എത്രയും വേഗം കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകാനും ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം അവിടെ ഉണ്ടാക്കാനും ആ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സർക്കാരുണ്ട്. സർക്കാർ അതിന് RDOയെയും അതുപോലെ തന്നെ ഒരു DYSPയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും അവരതിന്റെ കൃത്യമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കും. അങ്ങനെ ഈ വിഷയം നമ്മൾ പറഞ്ഞിരിക്കുന്ന 1 വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും കൃത്യമായി സമാധാനപരമായി എല്ലാവർക്കും സന്തോഷകരമായ അല്ലെങ്കിൽ സ്വീകാര്യമായ വിധത്തിൽ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ കരാറ് നമുക്ക് ഇങ്ങനൊരു കരാറിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഒരു നേട്ടം തന്നെയാണ്. ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലം കോടതി വ്യവഹാരത്തിൽ കിടന്ന ഒരു കേസാണ് ഈ ഏതാണ്ട് 20 ദിവസത്തിനുള്ളിൽ 5 സിറ്റിംഗിൽ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഏതാണ്ട് 4-5 മണിക്കൂറോളം ഇന്ന് തന്നെ ഈ പാതിരാത്രി വരെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് 20 ദിവസത്തിനുള്ളിൽ ഈ വിഷയം കോടതിക്ക് പുറത്ത് ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷവും ആശ്വാസകരവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇരു കക്ഷികളുടെയും ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ഒരു കരാറിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അതിന് സഹായിച്ച അതിന്റെ ഭാഗമായി നിന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട കുന്നത്തനാട് MLA ശ്രീ VP സജീന്ദ്രൻ ഇവിടെയുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത എഫേർട്ട് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം സ്ഥലത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഈ കക്ഷികളുമാക്കിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ റൂറൽ SP ഉണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഓരോ നടപടിക്രമങ്ങളും വളരെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമുണ്ടായി. ഈ പാതിരാത്രി വരെ ഈ കാര്യങ്ങളൊക്കെ ശുഭപര്യവസാനിക്കുന്നതിന് വേണ്ടിയിട്ട്
ബഹുമാനപ്പെട്ട കളക്ടറും അതുപോലെ തന്നെ പോലീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ റൂറൽ SP ഉൾപ്പെടെ അവരുടെ സംഘവുമൊക്കെ വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ടാണ് നമുക്ക് ഇത് ഇപ്പോൾ ഈ കരാറിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സമരസമിതിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച അതിന്റെ നേതാക്കന്മാരുണ്ട്, അവിടുത്തെ ഇരുഭാഗത്തു നിന്നുള്ള വക്കീലന്മാരുണ്ട്, അതുപോലെ ഇരു കക്ഷികളും അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇതിനോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നിലയ്ക്ക് ഇത് ഒരു ശുഭപര്യാസയെ നല്ല രീതിയിൽ ഇത് അവസാനിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല എന്നും അവരുടെ കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നും പറഞ്ഞത് അത് വെറും വാക്കായിരുന്നില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു, ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് നടക്കാതെ പോകുമെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അന്നെല്ലാം ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിഷയം നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സർക്കാർ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നല്ല പ്രതീക്ഷയോടുകൂടി ഈ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയതും ആ ചർച്ച നമ്മൾ പ്രതീക്ഷിച്ച നിലയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചതും ഇതിനൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞതുമൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി ഇതുമായി സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി നമ്മൾ ഈ വ്യവസ്ഥകൾ ഒന്നൊന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകും. ആരുടെയും ഒരു കണ്ണീര് വീഴാതെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു ഗവൺമെന്റിന് താല്പര്യം. അത് കൃത്യമായി പാലിക്കുവാൻ കഴിഞ്ഞു. അതിന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളെല്ലാം ഇരുകൂട്ടരും വളരെ സംയമനത്തോടുകൂടി ഇടപെട്ടതുകൊണ്ടാണിത് കൃത്യമായി ഈ 20 ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടവും പോലീസിന്റെയും സഹായം, ജില്ലാ കലക്ടറും SP-യും ഈ കാര്യത്തിൽ വിഷയം തീർക്കുന്നതിനു വേണ്ടി വളരെ പ്രോത്സാഹനവും അതുപോലെ തന്നെ ഇടപെടലും നടത്തി. അപ്പോൾ അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തോടും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും സ്ഥല MLA എന്നുള്ളതിൽ, അതുകൂടാതെ ഈ സമരസമിതിയുടെ ആളുകളും അതേപോലെ തന്നെ ഇരു കക്ഷികളും അതുപോലെ ഞങ്ങളെ സഹായിച്ച അഭിഭാഷകർ, 2 വിഭാഗത്തിൽ നിന്നുള്ള അഭിഭാഷകർ, അവരുടെ എല്ലാം വലിയൊരു ഹെൽപ്പ് ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വലിയൊരു വിഷയം സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞത്. അഡ്വക്കേറ്റ് ജനറൽ ഈ വിഷയത്തിൽ ലീഗൽ ഒപ്പീനിയൻ ഞങ്ങൾക്ക് സമയാസമയങ്ങളിൽ തരിക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ വലുതായിരുന്നു. AG എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ അവസാനം ഇത് കൃത്യമായി ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് 1 വർഷം എന്ന് പറഞ്ഞിരിക്കുന്ന കാലാവധി അത് 1 വർഷത്തിലെത്താതെ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയൊക്കെ സഹായത്തോടുകൂടി വീട് കൂടി വെച്ചു കൊടുക്കുക. സാധാരണ ഒരു വീടല്ല, നല്ല മനോഹരമായ വീട് വെച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അപ്പോൾ അതുകൂടി വെച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണതയിലാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹായം ആ കാര്യത്തിലൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങൾ വളരെയേറെ സഹായം തന്നു, അതിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് സത്യത്തിൽ സർക്കാർ അധികാരത്തിലെ ഒരു സമയത്ത് സർക്കാരിന് മുന്നിൽ വന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു. കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്ത കൂടിയായിരുന്നു. അതിന് 1 മാസം തികയുന്നതിന് മുമ്പ് പരിഹാരം കാണാൻ സാധിച്ചു എന്നതിന്റെ അകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ള വിജയം കൂടിയുണ്ട്. അല്ല, ഇത് വിജയവും പരാജയവും ഒന്നുമില്ല. ഇത് കുറെ കുടുംബങ്ങളും കുറെ വ്യക്തികളും അവരുടെ ജീവിതങ്ങളുമാണ്. ആ ജീവിതങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഒരു ജനാധിപത്യ സർക്കാരിലുള്ളതാണ്. ആ ഉത്തരവാദിത്തമാണ് മനുഷ്യത്വത്തോടുകൂടി ഈ സർക്കാർ ചെയ്തത്. ഇതിനകത്ത് ജയവും പരാജയവും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമൊന്നോ രാഷ്ട്രീയമായിട്ട് ആ നിലയിൽ ഇതിനെ കാണാനായിട്ട് ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് മാത്രവുമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ഡയലോഗിലൂടെ, ചർച്ചയിലൂടെ നമുക്ക് പല വിഷയങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ആ ഡയലോഗ്, കൃത്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും തർക്കങ്ങളിലേക്ക് പോകാൻ കാരണം. അപ്പോൾ നമ്മൾ ആ ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചു, കൃത്യമായ ചർച്ചകൾ നടത്തി. ഞാൻ പറഞ്ഞല്ലോ, മുൻപ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഈ 50 വർഷത്തില് ഈ കേസ് നടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം വന്നു. പറഞ്ഞതുപോലെ തന്നെ അധികാരത്തിൽ വന്ന 2ാം ദിവസമാണ് ഈ വിഷയം വരുന്നത്.
അപ്പോൾ അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെ ചുമതലപ്പെടുത്തി. ഞങ്ങൾ ചർച്ചകളുമായി മുന്നോട്ട് പോയി. ചർച്ച ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാനത് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇവിടെ പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ഇത് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത്. ആ പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇരു കൂട്ടരും നല്ല രീതിയിൽ സഹകരിച്ചു. നമ്മളിൽ അവർക്കൊക്കെ മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഈ വീടും സ്ഥലവും ഒക്കെയായി അവർക്ക് വൈകാരിക ബന്ധമുണ്ട്. ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും അവര് സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് അവർ യോജിക്കുവാനായിട്ട് ഇരു കൂട്ടരും തയ്യാറായി എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം സുപ്രീം കോടതി വരെ പോയ ഒരു കേസിൽ അതിനുശേഷം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ചയിൽ വന്ന് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ ഇത് അവരുടെയൊക്കെ വിജയമാണ്. ഇതിനകത്ത് ആരുടെയും ഒരു രാഷ്ട്രീയ വിജയം എന്ന രീതിയിലൊന്നും അതിനെ കാണാനായിട്ട് ഞങ്ങൾ